കാവ്യാനുഭൂതിയിൽ ചാലിച്ചു ചാലിച്ചു കാലഘട്ടങ്ങൾക്കു രോമാഞ്ചമേകുവാൻ വന്നു പിറന്നു യുഗ മനസാക്ഷിയിൽ പിന്നെയും 4-5 കുങ്കുമപ്പൂവുകൾ. കാവ്യാനുഭൂതി അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെട്ട് കാണും. വള്ളത്തോളിന്റെ, ഉള്ളൂരിന്റെ, കുമാരനാശന്റെ കവിതകൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതേപ്പറ്റിയാണ് കവി പറഞ്ഞിരിക്കുന്നത്. യെസ്, ഗെറ്റ് ഇൻ. എന്താ പ്രദീപിന്റെ അമ്മ തന്നതാ. എന്തിന്? ഇന്ന് പ്രദീപിന്റെ ബർത്ത്ഡേയാ. എടാ കള്ള, എന്നിട്ട് നീ എന്താ പിന്നെ പറയാതിരുന്നേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു പൊന്നയ്യ, ഇവളെ ഇന്ന് ഞാൻ തന്നെ ഓടിച്ചോട്ടെ? அம்மா உங்களுக்கு பழக்கம் கம்மிமா. അതൊന്നുമില്ല, ഇപ്പൊ കൊറേ നാളായില്ലേ. அம்மா பாத்து போங்கம்மா. அம்மா എന്താ പ്രദീപ്, എന്ത് പറ്റി? നീ കാര്യം എന്താന്ന് പറയൂ. ഡേസി കുതിരപ്പുറത്ത് നിന്ന് വീണു. ഡേസി? ഞാൻ തള്ളിയിട്ടു. നിനക്ക് പ്രാന്തണ്ടോ? ഞാനിനി സ്കൂളിലേക്കില്ല. ഇല്ല പ്രദീപ്, നീ ഇപ്പൊ നോർമൽ അല്ല. കുറച്ചേരം റെസ്റ്റ് എടുക്ക. ഞാൻ പോയി അന്വേഷിക്കാം. വരൂ. ഡേസിയെ സ്കൂൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. പേടിക്കാനൊന്നുമില്ല, ചില്ലറ പരിക്കുകൾ, അത്രേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി നിന്നെ പറ്റി പരാതിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവള് തന്നെത്താൻ കുതിരപ്പുറത്തുനിന്ന് പിടിവിട്ട് വീണു എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. പനിക്കുന്നുണ്ടല്ലോ. ഓക്കെ, യു ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം. Hey look, Pradeep. Hey Pradeep. നീ എവിടെയായിരുന്നു? വാ നമുക്ക് ടൗണിൽ പോവാം. ഞാനില്ല, എനിക്ക് ഹിസ്റ്ററി മാസ്റ്റർ കാണണം. അവൻ എന്തിനാ ഇപ്പൊ ഹിസ്റ്ററി മാസ്റ്ററിനെ കാണുന്നത്? ഇന്ന് ഹിസ്റ്ററി മാസ്റ്റർ ലീവ് അല്ലേ? ലെറ്റ്സ് ഫോളോ ഹിം. അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഡെയ്സി, ഒരു വിസിറ്റ്.
ഇതുവരെ ആരോടും ക്ഷമ ചോദിച്ചിട്ടില്ല. ബട്ട് നൗ ഐ എം സോറി ഡേസി. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. വല്ലതും പറ്റിയോ? ആ പറ്റിയെന്നോ? ദേ ഇവിടെ 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 ആ ചത്തു പോണ്ടതായിരുന്നു. പക്ഷേ സാരമില്ല. പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനെ വിശ്വസിക്കാൻ വയ്യെന്ന് പറഞ്ഞതാരാ? പിന്നൊരുമാതിരി അഞ്ഞാ വർത്താനം പറയുന്ന പെണ്ണുങ്ങളുടെ വായി നോക്കി നടക്കാൻ എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞതാരാ? എന്നിട്ടിപ്പൊ നമ്മൾ പോലും അറിയാതെ ഒരു പെണ്ണായ ഡേസിയെ കണ്ടിട്ട് വന്നതാരാ? ഒരിക്കലും കള്ളം പറയാത്ത പ്രദീപ് ദി ഗ്രേറ്റ് 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 മേനോൻ. പ്രേമം തുടങ്ങി, ഇനി ബോംബിന് വിലയില്ല. കുംഭകോനുടയ കുംഭനാനയുടെ കുംഭവും കനകകുംഭവും കുമ്പിടുന്ന കുജകുംഭമുള്ളവരിൽ മുമ്പു തേടി വിലസും പ്രിയെ അമ്പിനോടറികശ. Naughty boys. മയക്കുമരുന്നിന്റെ ശക്തി അവസാനിച്ചപ്പോൾ കണ്ണു തുറന്നെഴുന്നേറ്റ ജൂലിയറ്റ് മരിച്ചു കിടക്കുന്ന റോമിയോയെയാണ് കണ്ടത്. അവന്റെ നെഞ്ചിൽ നിന്നും കഠാര വലിച്ചൂരി സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കി ജൂലിയറ്റും റോമിയോയുടെ ശവശരീരത്തിന്മേൽ വീണ് പിടഞ്ഞു മരിച്ചു. ജീവിതത്തിൽ ഒരുമിക്കാനായില്ലെങ്കിലും മരണത്തിൽ അവർ ഒരുമിച്ചു. എന്താ കഥ നിങ്ങൾക്ക് ഇഷ്ടായോ? ഗുഡ്. ഇത്തവണ ആർട്സ് ഡേക്ക് നമുക്ക് ഈ നാടകം അവതരിപ്പിക്കാം. എന്താ? ആ ശരി. ജൂലിയറ്റിന്റെ ഭാഗം ആരഭിനയിക്കും? പറ്റില്ല, താൻ തന്നെ. സൈലൻസ്. ഡെയ്സി തന്നെ ജൂലിയറ്റ്. ആ അപ്പോ റോമിയോ ആയി ആരഭിനയിക്കും? സർ, ഞാൻ അഭിനയിക്കാം സർ. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എവിടെയല്ല അന്വേഷിച്ചെന്നറിയോ? എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ റോമിയോ ഒന്നുമല്ലല്ലോ. ഓ അങ്ങനെ വരട്ടെ. അതാ ഇന്നലെ എന്നെ കാത്തു നിൽക്കാതെ വലിയ ഗമയിൽ അങ്ങ് പോയതല്ലേ? ചിരിക്കണ്ട. ഓ ചിരിക്കുന്നില്ല. ഏ പ്രദീപ്, ഞാൻ ജൂലിയറ്റൊന്നും ആവാൻ പോണില്ല. ഞാൻ അരവിന്ദിന്റെ കൂടെ അഭിനയിക്കുമെന്ന് ശരിക്കും വിചാരിച്ചോ? ആ അപ്പോഴേക്കും അസൂയായില്ലേ? അല്ല, പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലെ തോന്നി. അത്രയ്ക്ക് ഇഷ്ടാണോ എന്നെ? അതെ. പ്രദീപിനെ എനിക്കും.